പുതിയ ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടനം പുത്തരിക്കണ്ടത്താണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം അത് വട്ടിയൂർക്കാവിലേക്ക് മാറ്റുകയായിരുന്നു. ഇത് ആന്റണി രാജുവിനെ വെട്ടിയുള്ള ഗണേഷിന്റെ ചെക്ക് വെക്കലായിരുന്നു. ഗണേഷിനോട് പരസ്യം പോര് വേണ്ടെന്ന് CPM ആന്റണി രാജുവിനോട് പറഞ്ഞു വിലക്കിയിരുന്നു. പക്ഷേ കലി ഇളകി ഗണേഷിനെതിരെ പൊതുമധ്യത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ആന്റണി രാജു. ഇതോടെ ഇരുവരും തമ്മിലുള്ള ശീതസമരം തുറന്ന യുദ്ധത്തിലേക്ക്. ഒരച്ഛന്റെ രോദനത്തിലാണ് ആന്റണി രാജു. തന്റെ കുഞ്ഞുങ്ങളെ ഗണേഷ് അങ്ങേറ്റെടുത്ത് ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിന്റെ പൊള്ളലാണ് മുൻ മന്ത്രിക്ക്. ഉദ്ഘാടനത്തിന് ആന്റണി രാജുവിനെ വിളിച്ചതേയില്ല. ഒരു വഴിപോക്കനെ പോലെ വന്ന് കണ്ട് തിരികെ പോരേണ്ടി വന്നു. ഇത് മുൻ മന്ത്രി എങ്ങനെ സഹിക്കാനാണ്? ഗണേഷിന്റെ മുന്നിൽ ചെറുതായി പോകുന്നതിന്റെ ക്ഷീണം കുറച്ചൊന്നുമല്ല ആന്റണി രാജുവിനുള്ളത്. ഇലക്ട്രിക് ബസിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നിൽക്കണ്ട എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് മുൻ മന്ത്രി. 2.5 കൊല്ലം ഗതാഗത വകുപ്പ് കയ്യിലിരുന്നിട്ടും ഒരു പുണ്ണാക്കം ചെയ്തില്ല. ആകെ എടുത്തു പറയാനുള്ളത് ഇലക്ട്രിക് ബസ് മാത്രമാണ്. അതിപ്പോൾ ഗണേഷും അടിച്ചുകൊണ്ടുപോയി. പിന്നെ ആന്റണി രാജുവിന് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അങ്ങനെ ഉള്ളിൽ പുകഞ്ഞു കിടന്ന കനൽ ഇന്നിപ്പോൾ ആളിക്കത്തി. എന്നാൽ ഗണേഷുമായി കൊമ്പ് കോർക്കുന്നത് ആന്റണി രാജുവിന് നല്ലതല്ല. ഗണേഷുമായി വലിയ പോരുടലെടുത്താൽ CPMന് ഇടപെടേണ്ടി വരും. അങ്ങനെ വന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അത് CPMന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം ജനകീയ മന്ത്രിയാണിപ്പോൾ ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് മലയാളികളുടെ കട്ട സപ്പോർട്ടുണ്ട്. പിണറായി മന്ത്രിസഭയിൽ ആകെ കഴിവുള്ള ഒരേ ഒരു മന്ത്രി ഗണേഷാണെന്ന് ജനം തന്നെ പറയുന്നു. അങ്ങനിരിക്കെ ആന്റണി രാജു പോരെടുത്ത് വന്നാലും കണ്ടില്ല എന്ന് നടിക്കാനേ CPMന് കഴിയൂ. KSRTCയുടെ രക്ഷകൻ എന്നൊരു ടാഗ് ലൈൻ വീണ് കഴിഞ്ഞിട്ടുണ്ട് ഗണേഷിന്. ഇന്നിപ്പോൾ ആനവണ്ടിയുടെ പേരിൽ പോര് നടന്നപ്പോൾ സുപ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു. അത് ആന്റണി രാജുവിന് മുഖത്തേറ്റ അടിയായി മാറിക്കഴിഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം KSRTC ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങി. ഇതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം 3,29,831 രൂപ 3 പൈസ ലാഭിക്കുവാൻ കഴിയുന്നു എന്നാണ് കണക്കുകൾ. ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ ചാർജ് എടുത്ത ശേഷം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരുമായും KSRTC മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായും നടത്തിയ മീറ്റിംഗുകളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച് റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിച്ചത്. തിരുവനന്തപുരത്തെ 20 KSRTC ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീഅറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ്. ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിനുള്ള ലാഭം മാത്രമാണ്. വ്യക്തവും വിവേകപരവുമായ പരിഷ്കാരങ്ങൾ KSRTCയിൽ നടപ്പിലാക്കണം. ഇത്തരം പണച്ചോർച്ചകളും ദുർവ്യയങ്ങളും ഒഴിവാക്കിയാൽ തന്നെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തുവാൻ KSRTCക്കും സാധിക്കും. അതിലൂടെ KSRTCക്ക് പ്രതിദിനം സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ തരത്തിലുള്ള നഷ്ടം കുറയ്ക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവേകപരമായ പരിഷ്കാരങ്ങളിലൂടെയുള്ള വലിയ നേട്ടങ്ങളുടെ കണക്കുകൾ പിന്നാലെ അറിയിക്കുന്നതാണെന്നും KSRTC അറിയിച്ചു.